ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ആൻസർ കീ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി ത്രിപുര. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മേഘാലയയാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി മേഘാലയയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി ബി.ജി. തിലക്, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. The right answer is option B, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്ര പര്യടനം. ഹരിജൻ യാത്രയാണ് അറിയപ്പെടുന്നത്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട പുരാണ ക്വില. ലാഹോർ കോട്ട, ആഗ്ര കോട്ട, അലഹബാദ് കോട്ടയൊക്കെ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? The right answer is option A, രാമൻ നമ്പി. The right answer is option A, രാമൻ നമ്പി. So next, കല്ലുമാല സമരത്തിലെ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അയ്യൻകാളിയാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ എ പീറ്റ്സ്ബർഗ്, ഓപ്ഷൻ ബി പീറ്റേഴ്സ്ബർഗ്, ഓപ്ഷൻ സി ഗേറ്റിസ്ബർഗ്, ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. ക്വസ്റ്റ്യൻ നമ്പർ 9, 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകളിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ, ഓപ്ഷൻ ബി വോൾട്ടെയർ, ഓപ്ഷൻ സി ബാരൻ ഡി മോണ്ടസ്ക്യൂ, ഓപ്ഷൻ ഡി ഡെനിസ് ഡിഡറോട്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി പോർച്ചുഗീസ്. 11, ദേശീയപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയപാത 13 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഓപ്ഷൻ സി കോഴിക്കോട് വരെയാണ് നീട്ടിയത്. 12th ക്വസ്റ്റ്യൻ ഒരു ഡൗട്ട് ഉണ്ട്. സോ 13th ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടിരിക്കുന്ന ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റ്, ഗ്നീസ്, മണൽക്കല്ല്, സിസ്റ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ഷെയിൽ, സ്ലേറ്റ്. തെറ്റായിട്ടുള്ളത് മണൽക്കല്ല്, സിസ്റ്റ്. 14, ക്വസ്റ്റ്യൻ നമ്പർ 14, സർവേ ഓഫ് ഇന്ത്യ SOI, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരം പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പോളിഗോണിക് പ്രൊജക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. 15th ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും സംഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ്
ജപ്പാനിലാണ് നോട്ടോ. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. 1. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. 2. കമ്മിറ്റി ധനസഹായം. 3. നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. 4 എന്ന് പറയുന്നത് നികുതി നയങ്ങൾ. റൈറ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയും ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. കുറഞ്ഞ സർക്കാർ ചിലവും ഉയർന്ന നികുതികളുമാണ് ആൻസർ. 18th ക്വസ്റ്റ്യൻ. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 19th ക്വസ്റ്റ്യൻ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എല്ലാ അസംഘടിത തൊഴിലാളികളും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നതിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈശ്രം പോർട്ടൽ ആരംഭിച്ചത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയമാണ് സ്വീകരിച്ചത്. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? പ്രവർത്തനം അല്ലാത്തത്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമം നടപ്പാക്കൽ, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക അവരുടെ ജോലിയല്ല. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 22nd ക്വസ്റ്റ്യൻ. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGP-യുടെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക. രണ്ടാമത്തത് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 23rd ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായത്? രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി സംബന്ധിച്ച് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസറായി വരുന്നത്. സാമൂഹ്യവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ആത്മനിർഭർ ഭാരത് റോസ്ഗർ നിയോജന അബ്രേ എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ. 25th ക്വസ്റ്റ്യൻ. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്ന് 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ജാർഖണ്ഡ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ. 26th ക്വസ്റ്റ്യൻ. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ്, രണ്ടാമത്തത് മാത്രമേ. ഒരു നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. യെസ്, ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു.
അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? 27. The right answer is option D. പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 28th question. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം ഓർ അനുച്ഛേദങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 48A ഉണ്ട്, 51A ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 29th. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റം ഓർ മാറ്റങ്ങൾ എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അതും ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഓപ്ഷൻ സി ആണ് അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ നേടിയ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഓസ്കാർ നേടിയത് റസൂൽ പൂക്കുട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര വിക്കറ്റ് നേടി? ഓപ്ഷൻ ഡി 1, 8, 4, 2, 6. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? എസ് എൽ പുരം സദാനന്ദൻ. എസ് എൽ പുരം സദാനന്ദനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ. ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924 കുമാരനാശാൻ അന്തരിച്ചത്. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചനസീതയുടെ സംവിധായകൻ ജി അരവിന്ദൻ. ഓപ്ഷൻ എ ജി അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ലയണൽ സ്കലോണി. ഓപ്ഷൻ ഡി ആണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മലപ്പുറം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഹബ്ബ്, റൂട്ടർ, റിപ്പീറ്റർ, ഗേറ്റ്വേ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. ഓപ്ഷൻ എ റാം. ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. ഓപ്ഷൻ സി കാഷെ മെമ്മറി. ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കാഷെ മെമ്മറി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരയിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപഭോക്തൃ നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് റൻസോംവെയർ, സലാമി ആക്രമണം, വെബ് ജാക്കിങ്, വൈറസ്. ഈ ക്വസ്റ്റ്യനിലൊരു ഡൗട്ടുണ്ട്. ഓക്കെ, 44 ക്വസ്റ്റ്യൻ നമ്പർ 44. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനും ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ.
45th ക്വസ്റ്റ്യൻ. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ഓപ്ഷൻ ബി ആണ്, ഗൂഗിളാണ് ആൻസറായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, ആയുഷ്മാൻ ഭാരത്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. സൗരോർജം, കാറ്റ്, ബയോമാസ്. സൗരോർജം, കാറ്റ്, കുറയുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 48. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 48th ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 49th ക്വസ്റ്റ്യൻ. ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ്, എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. 50. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് L1ൻ്റെ ദൂരം എത്രയാണ്? L1ൻ്റെ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ, 1.5 ദശലക്ഷം കിലോമീറ്റേഴ്സാണ് ലഗ്രാഞ്ച് പോയിന്റ് L1ൻ്റെ ദൂരം. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന്, ഇനി മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോയി, പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ നടന്നു, പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്നു, ഒടുവിൽ ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 15 കിലോമീറ്റർ ദൂരെയാണ്. ആൽഫ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. ആൽഫ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വർഷത്തിലെ ആദ്യ ദിവസം അധിവർഷം ഒഴികെയുള്ളത് ഞായറാഴ്ചയാണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? വർഷത്തിലെ അവസാന ദിവസം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. പി ക്യൂവിൻ്റെ സഹോദരിയാണ്. ആർ എന്നത് ക്യൂയുടെ അമ്മയാണ്. എസ് എന്നത് ആറിൻ്റെ പിതാവാണ്. എസിൻ്റെ അമ്മയാണ് ടി. എങ്കിൽ പിക്ക് എസുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കൊച്ചുമകൾ, ഗ്രാൻഡ് ഡോട്ടർ. 55. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിലും 53% പേർ ഗണിതത്തിലും പരാജയപ്പെട്ടു. 2 വിഷയത്തിലും 15% തോറ്റാൽ 2 വിഷയങ്ങളിലും ജയിച്ചവരുടെ ശതമാനം എത്ര? ജയിച്ചവരുടെ ശതമാനം പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 22% ആണ് ആൻസർ. ചുവപ്പ് 12, നീല 20, വയലറ്റ് 42. മജന്തയുടെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമുക്ക് പിന്നീട് ക്ലാസ് ആയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 57. 6:40 ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള 6:40 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള 6:40. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്, 40 ഡിഗ്രി. 5 AM ശരിയായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു വാച്ച് ഓരോ 30 മിനിറ്റിലും 2 മിനിറ്റ് വീതം കൂടുതൽ കാണിക്കുന്നു. അതേ ദിവസം 10:20 AM വാച്ചിലെ യഥാർത്ഥ സമയം എത്രയാണ്? 58th ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്.
തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 ഈ സംഖ്യകളിൽ ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഏറ്റവും വലുതും ചെറുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 10. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ഒരു വിവാഹ പാർട്ടിയിലെ 40 സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി. കൈകുലുക്കലുകളുടെ ആകെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 780 ആണ് ആൻസറായിട്ട് വരുന്നത്. രണ്ട് സംഖ്യകൾ 3:5 എന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയും 10 കൂട്ടിയാൽ അവയുടെ അനുപാതം 5:7 ആയി മാറുന്നു എങ്കിൽ സംഖ്യകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 15 and 25. 62. 60 ദിവസം കൊണ്ട് ഒരു നിർമ്മാണ ജോലി പൂർത്തിയാക്കാൻ ഒരു കരാറുകാരൻ 210 പേരെ നിയമിച്ചു. 12 ദിവസത്തിന് ശേഷം അദ്ദേഹം 70 പേരെ കൂടി ചേർത്തു. ബാക്കി ജോലികൾ എത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഒരാൾ 2 കുതിരകളെ 6000 രൂപയ്ക്ക് വിൽക്കുന്നു. ഇടപാടിൽ നഷ്ടമോ ലാഭമോ അയാൾക്കില്ല. അയാൾ ഒരു കുതിരയെ 25% ലാഭത്തിൽ വിറ്റെങ്കിൽ മറ്റേ കുതിരയെ വിൽക്കുന്ന നഷ്ടശതമാനം എത്രയാണ്? ആ ക്വസ്റ്റ്യനിലൊരു ഡൗട്ടുണ്ട്, അതിൻ്റെ ആൻസർ പിന്നീട് ഇടാം, നമുക്ക് ഡിസ്കഷൻ്റെ ടൈമിൽ പറയാം. ഓരോ 1/10 കിലോഗ്രാം തൂക്കമുള്ള ആപ്പിൾ കൊണ്ട് ഒരു പെട്ടി നിറയ്ക്കണം. ആപ്പിൾ നിറച്ചതിന് ശേഷം പെട്ടിയുടെ ഭാരം 4/5 കിലോഗ്രാമിൽ കൂടരുത്. പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ എത്രയാണ്? പെട്ടിയിൽ വയ്ക്കാവുന്ന പരമാവധി ആപ്പിൾ ഓപ്ഷൻ ബി 8 ആണ്. ഗണിത ശ്രേണിയിൽ 10877 തുക ലഭിക്കാൻ എത്ര പദങ്ങൾ ചേർക്കണം? ഈ 5, 9, 13 ഈ പറയുന്ന ഇതിനകത്തോട്ട് എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ, 73. 66 ഒരു കൺഫ്യൂഷനുണ്ട്. ഓപ്ഷൻ എ ആകാനാണ് സാധ്യത, എങ്കിലും ഒരു കൺഫ്യൂഷനുണ്ട്. 67ൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1/20 ആണ്. 9x + 3x - 90 = 0 എങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 2 ആണ് എക്സിൻ്റെ വാല്യൂ. അത് 9² എന്ന് പറയുമ്പോൾ 81, 3² എന്ന് പറയുന്നത് 9. സോ 81 + 9 ബോട്ട് മാസ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം അഡീഷനാണ്. സോ 81 + 9 90, 90 - 90 0. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 ആണ് വരുന്നത്. 69ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2500 ആണ് ആൻസറായിട്ട് വരുന്നത്. 70യുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 0 ആണ് വരുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ്? ഇംഗ്ലീഷാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറയുന്നത് നമുക്കൊരു അഡ്ജക്റ്റീവായിട്ട് പറയാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. സോറി അഡ്ജക്റ്റീവായിട്ടല്ല, ആഡ്വർബായിട്ട് പറയാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെസസറി 1 തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെയും ആൻസറായിട്ട് വരുന്നത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ. ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ ഉള്ള സെൻറ്റൻസിൻ്റെ യൂസേജ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ ഓപ്ഷൻ സി ആണ് ഇവിടെയും ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 74th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമറ്റിക്കലി കറക്റ്റ്? തന്നിരിക്കുന്നത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. 75th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വെർബ്. സോ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 76th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദ
പാസീവ് വോയിസ്, പാസീവ് വോയിസ് കറക്റ്റ് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യനും ഒരു ഡൗട്ടാണ്. സോ ബാക്കി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതേപോലെ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നമുക്ക് സയൻസ് ക്വസ്റ്റ്യൻസും കുറച്ചുണ്ട്. സോ മലയാളമുണ്ട്. ഓക്കെ, മലയാളമുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ടിടാം. ഓക്കെ, താങ്ക് യു ഓൾ. തൊട്ടടുത്ത് തന്നെ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേക്കുക. താങ്ക് യു.